കൂട്ടുകാരെ, ഉന്നസ് രുചിക്കൂട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു 1/2 കിലോ മാങ്ങ ഈ നീളത്തിൽ അരിഞ്ഞ് ഒന്ന് ഉപ്പിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് അച്ചാർ ഇടുന്നത് എങ്ങനെയാന്ന് നോക്കാം. അതിന് വേണ്ട വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, നമ്മളെ വറ്റൽമുളക്, കടുവറക്ക, മുളക് പൊടി, കടുക്, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഗ്രാമ്പു 2 ഗ്രാമ്പു, ഏലക്ക, പട്ട, ഇത്രയും കൂടെ നമ്മൾ എടുത്തേക്കുക അച്ചാറിന്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ തീ എന്ന് പറഞ്ഞു സോസ് പാൻ ഉണ്ട്. ആദ്യം നല്ല എണ്ണ ഒഴിച്ച് അതിലോട്ട് ഒരു സ്പൂൺ കടുക് ഇടാം. കടുക് ഒന്ന് പൊട്ടിയപ്പോൾ നമ്മൾ ഏലക്കായും ഗ്രാമ്പും ശകലം പട്ടയും അതുകൊണ്ട് ഇട്ട് കൊടുക്കും. കടുക് ഇതെല്ലാം നന്നായി ഒന്ന് പൊട്ടിയിട്ടുണ്ട്. നമ്മൾ വെളുത്തുള്ളി നമുക്ക് പച്ചമുളക് ഇടാം. ഗ്രാമ്പു, ഏലക്കായും പട്ടയും ഇടുമ്പോൾ ഈ അച്ചാറിനൊരു മണം, പ്രത്യേക ഒരു മണവും രുചിയും വരും. അത് പ്രത്യേക രുചി. അത് 2 ദിവസമൊക്കെ ഇരിക്കുമ്പോൾ അതൊന്ന് അതിൻ്റെ മണം നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും. ഒരു 2-3 ഗ്രാമ്പു, 2 ഏലക്കായും, ഒരു ശകലം പട്ടയും, അത് അതിൻ്റെ കൂടെ മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു മണം അച്ചാറിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. ആ സമയത്ത് നമുക്ക് വറ്റൽമുളക് ഇട്ടു. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടു. ആ വറ്റൽമുളക് ഒന്ന് മൂക്കണം. വറ്റൽമുളക് ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് പിന്നെ മുളക് പൊടിയൊക്കെ ചേർക്കും. വറ്റൽമുളക് ആദ്യം ഇട്ട് അതെല്ലാം കൂടെ കരിഞ്ഞു. വറ്റൽമുളക് പിന്നെ കറുത്ത് കിടക്കും, അതിന് കൊള്ളത്തില്ല. അതുകൊണ്ട് ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം മൂത്ത് കഴിഞ്ഞ ശേഷം അത് ഇടുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ചുവന്ന ഒരു പരുവായി. ഇത് കാശ്മീരി ചില്ലിയാണ്. അതുകൊണ്ട് നമുക്കൊരു 3 സ്പൂൺ ചില്ലി പൊടിയും കൂടി ഇടും. മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടും. നമ്മൾ മാങ്ങായ്ക്കകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും ശകലം ഉപ്പൊടി തന്നെ വേണം. ഉപ്പ് മുന്നോട്ട് ഇടുന്നുണ്ട്, അന്നേരം ഇല്ലാതാവും. കുറച്ച് കായപ്പൊടി ഇടാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. അരപ്പ് റെഡിയായിട്ടുണ്ട്. തീ ഒന്ന് നമുക്കൊന്ന് എടുക്കാം. അരപ്പം തിളച്ചിട്ട് മാങ്ങ ഇടാം, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ മാങ്ങ വെന്തു വേവരുത്, അത്രയും വേവരുത്.
നമ്മൾ കഷ്ണമായിട്ട് എടുക്കണ്ടേ. നീ അരപ്പൊന്ന് നീ തീ കരുതിയിട്ട് തണുക്കാൻ പറ്റും. ഇത് എത്ര ദിവസം ഇരുന്നാലും ഇല്ല പൂക്കത്തില്ല, ഇല്ലാതാവത്തില്ല. അതിനാ ഇങ്ങനെ റെഡിയാക്കി. അരപ്പൊന്ന് ശകലം തണുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മാങ്ങ ഇടാം. മാങ്ങ നല്ല പുരട്ടി എടുത്തത് അടിപൊളി അച്ചാർ. ഇത്തിരി വെള്ളം ഇപ്പൊ ഇത് കഴിയുമ്പോൾ അതിൻ്റെ അത് ഇച്ചിരി ചാറ് എണ്ണയൊക്കെ തെളിഞ്ഞു. ഓക്കെ സെറ്റപ്പ്. 2 ദിവസം കഴിയുമ്പോൾ അച്ചാറൊന്ന് കൂട്ടണം. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് തന്നെ ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കാം. തണുക്കണം. തണുത്ത് കഴിയുമ്പോഴാണ് അടിപൊളി ടേസ്റ്റ് കിട്ടും. എല്ലാം കൂടി എല്ലാം റെഡിയാവും. നമ്മുടെ അങ്ങനെ അച്ചാർ റെഡിയായി. എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതും വരെ ബൈ. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight, don't waste time to my place. I feel my heart erase, so catch me if I fall.